അപ്പോൾ ഇപ്പോൾ ഒരു 5:46 കാണും. അപ്പോൾ നമ്മളിപ്പം ഇപ്പോൾ നമ്മൾ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നാണ് നമ്മൾ പോകുന്നത്. ഞാൻ അമ്മയുണ്ട്, എനിക്ക് കഴിഞ്ഞിട്ട് മാത്സ് ട്യൂഷൻ ഉണ്ട്, അതാണ് ബാഗ് കൊണ്ടുപോകുന്നത്. പള്ളി എത്താറായി. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വെട്ടമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വന്ന വഴി അത്ര വെട്ടമില്ലായിരുന്നു. മരങ്ങളൊക്കെ കയറുന്നുണ്ട്, അവിടെ വെട്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എടുക്കാത്ത ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനും അമ്മയും കൂടെ കാണുന്നത്. എനിക്കിന്ന് പള്ളിയിലൊരു കാര്യം അടുപ്പിൻ്റെ വിശുദ്ധരെക്കുറിച്ച് വായിക്കാനുണ്ട് ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോകണം. 6 മണിക്കാണ് പൂജ തുടങ്ങുന്നത്. നമ്മളിപ്പം 49 നമ്മൾ 5:50 ഇപ്പോൾ അവിടെ എത്തിയതേ ഉള്ളൂ. നമ്മൾ ഫൈനലി പള്ളി എത്തിയിട്ടുണ്ട്. പള്ളിയിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ പള്ളി എത്തി നമ്മൾ പള്ളി എത്തി. നമ്മൾ സൈഡിൽ കൂടെയാണ് കയറിയത് ഗൈസ്. ഞാൻ അതൊരു പറ്റില്ല. പള്ളിയിൽ ഞാൻ വീഡിയോ കണ്ടു. ഉടൻ തന്നെ അദ്ദേഹം അധികാരവും ധനസാധ്യതകളുമുള്ള വൈദിക സ്ഥാനങ്ങളിൽ നേടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ട്യൂഷനായിട്ട് വീട്ടിൽ എത്തിയിട്ടാണ് ഇനി ഫുഡ് കഴിക്കണം. എന്നിട്ടാണ് എനിക്ക് KSRTC കയറി സ്കൂളിൽ പോകാൻ. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡെന്ന് പറഞ്ഞാൽ ദോശയും സാമ്പാറുമാണ് ഞാൻ കഴിക്കാം. ഹായ്. അപ്പം ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡ്രസ്സൊക്കെ മാറ്റിയത്. അപ്പം ഞാൻ വിചാരിച്ചെന്നല്ല, എനിക്ക് ഹോക്കി പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഹോക്കിക്ക് വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ വീട്ടിൽ വന്നു. ഇപ്പോൾ സമയം ഒരു 6:05 കാണും. വീട്ടിൽ വന്ന് ഇനി ഒന്ന് ഫ്രഷായി മേലൊക്കെ നന്നായിട്ടൊന്ന് കഴുകി ഫ്രഷായി. പിന്നെ എനിക്ക് കുറച്ച് സോക്സ് അങ്ങനത്തെ ചെറിയ ഡ്രസ്സ് കുറച്ച് നനയ്ക്കാറുണ്ട്. അത് നനയ്ക്കുക, വന്നിരിക്കുക, പിന്നെ ചായ കുടിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ദേഹം കഴിയിട്ട് കാണാം. ഹായ്. അപ്പം ഞാൻ നേരത്തെ ദേഹം കഴുകാൻ പോകണവരെല്ലാം പറഞ്ഞ ഞാൻ ദേഹം കഴിവിട്ടൊക്കെ വന്നു. ചായയൊക്കെ കുടിച്ചു, നൂഡിൽസ് കഴിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ഹോംവർക്ക് എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം നിറയായി, ഒരു 7 മണിയായി കാണും. ഞാനിപ്പോൾ ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്.